എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എവിടുന്ന് പറഞ്ഞ് തുടങ്ങണമെന്നോ എവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നോ എനിക്കറിയത്തില്ല. നമ്മൾ ഒരുപാട് റിയൽ ലൈഫ് ക്രൈം വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. പക്ഷേ ചില വീഡിയോസ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുവാണ്, നമുക്ക് പറയുമ്പോൾ നമ്മൾ ഇരുന്നിങ്ങനെ വിങ്ങിപ്പൊട്ടുമായിരിക്കും. എന്നാലും ക്യാമറയുടെ മുമ്പിൽ എങ്ങനെയൊക്കെയോ നമ്മൾ അഭിനയിച്ചും സംസാരിച്ചുമൊക്കെ ഫലിപ്പിക്കുന്നു എന്ന് മാത്രം. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും നമ്മളെല്ലാ മലയാളികൾക്കും അത്രത്തോളം ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച, നമുക്ക് അത്രത്തോളം ഷോക്ക് തന്നൊരു സംഭവമാണ് നെടുമങ്ങാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. വെറും 1.5 വയസ്സ് മാത്രമുള്ളൊരു പിഞ്ചു കുഞ്ഞ്. അവൻ നടക്കാൻ തുടങ്ങിയിട്ട് പോലും കുറച്ചേ ആയിട്ടുണ്ടാകത്തുള്ളൂ അല്ലേ, സംസാരിച്ച് തുടങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുണ്ടാകത്തുള്ളൂ. 1.5 വയസ്സ് മാത്രം പ്രായം, അതായത് നല്ലൊരു ശതമാനവും അവൻ കൈക്കുഞ്ഞായിരുന്നല്ലേ. ആ കുഞ്ഞ് ഈ 1.5 വർഷത്തിനുള്ളിൽ അനുഭവിച്ച ക്രൂരത എന്നുള്ളത്, നമ്മൾ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതിനേക്കാളും ക്രൂരത ആ കുഞ്ഞ് ശരീരത്തിൽ. കരയാൻ മാത്രമല്ലേ അവൻ അറിയാവുള്ളൂ, അല്ലാതെ എന്താണ് അവൻ അറിയാൻ പറ്റുക? എങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റുക? തടയാൻ പറ്റുമോ? അതുകൊണ്ട് ഒന്നുമില്ല. ഒരു മിണ്ടാപ്രാണിയെപ്പോലത്തെ ഒരു പിഞ്ച് കുഞ്ഞിനോട് കാണിച്ച അത്രത്തോളം ക്രൂരതയുണ്ടല്ലോ, ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമാണ്. ഞാനതിൻ്റെ കേസ് റിപ്പോർട്ടും ഒക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് വായിച്ചായിരുന്നു, എന്തൊക്കെ ക്രൂരതയാണ് ആ കുഞ്ഞിനോട് ചെയ്തത്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഉണ്ടല്ലോ, അവനെ നമുക്ക് പച്ചയ്ക്ക് കൊല്ലാനുള്ള ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ ഈ അഷ്കറിനോടും. ഈ അഷ്കർ രണ്ടാം അച്ഛനാണ്, അതോടൊപ്പം കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള അഖിലയോട് നമുക്ക് തോന്നുന്നത്. അഖിലയുടെ വൈറലായിട്ടുള്ള റീലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലേ. ആ പിഞ്ച് കുഞ്ഞ് 2 കൈ ഒടിഞ്ഞ് 2 കൈയിൽ ഒരുപോലെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ആ നരാധമയായിട്ടുള്ള പെണ്ണ് അഖില പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞതാണെന്ന്. എന്നിട്ട് അവൾ ഇളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ വീഡിയോയിൽ. ആ വീഡിയോ ഇപ്പോഴും വീണ്ടും അത് വൈറലായിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു അങ്ങനത്തെയൊക്കെ. നേരത്തെ ഞാൻ വീഡിയോ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ഇടയിൽ കമൻറ്റെങ്കിലും ഇടായിരുന്നു, ഇത് അങ്ങനെയൊന്നും ഓടിയുന്നതല്ല എന്നുള്ളത് പറഞ്ഞ്. പക്ഷേ എന്തൊക്കെയോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ ആ കുഞ്ഞിൻ്റെ മുഖം മാത്രമാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എന്താണിത് സംഭവിച്ചത്, എന്നാണിത് സംഭവിച്ചത്, എങ്ങനെയായിരുന്നു ഈ ഒരു ആക്രമണം, അതോടൊപ്പം തന്നെ അഷ്കർ എന്ന് പറയുന്ന ഒരു ബ്രൂട്ടൽ സൈക്കോപാത്ത്. നമ്മൾ കേരളത്തിലെ തന്നെ പല കൊലപാതകങ്ങളും സംസാരിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ അഫാൻ കേസ്, പിന്നീട് കുറച്ച് നാൾക്ക് മുമ്പ് ഒരു നവജിത് നടരാജൻ്റെ കേസ്. ഇതൊക്കെ നമ്മൾ കാണുന്നത് അത്രത്തോളം ഒരു സൈക്കോപാത്ത് പലതരമുണ്ടെങ്കിലും കൊലപാതകവും ക്രൂരതയും ചെയ്യുന്ന സൈക്കോപാത്തുകൾ അവരാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളതല്ലേ. അങ്ങനെ ഒരുത്തനായിരുന്നു ഈ അഷ്കർ. ഈ ഒരു കൊലപാതകം, കുഞ്ഞിൻ്റെ കൊലപാതകം മാത്രമായിട്ടല്ല ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുള്ളത്. അഷ്കറിൻ്റെ മുൻ ഭാര്യയുടെ സഹോദരൻ മുഹമ്മദ്, അതോടൊപ്പം ഈ അഖിലയുടെ ഡാൻസ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ഡാൻസ് ടീച്ചർ, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ മരണം, അതോടൊപ്പം ഈ മുൻ ഭാര്യയായിട്ടുള്ള ആമീനെ ഉപദ്രവിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഫാനിൽ കെട്ടി തൂക്കാൻ വരെ അവനും ഇവൻ്റെ ഉമ്മയും സഹോദരിയും ഒക്കെ കൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈക്കോപാത്തായിട്ടുള്ള ഒരു കുടുംബം മൊത്തത്തിൽ അത്രത്തോളം ശപിക്കപ്പെട്ട ജന്മങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. എന്തിനിവൻ ജീവിക്കുന്നു? അതോടൊപ്പം ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പ്രതികരിച്ച നാട്ടുകാരുണ്ട്, അവർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഒരുപാട് മാറേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറയും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല എന്നല്ലേ. പക്ഷേ അതൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ നിയമം അത്രത്തോളം ശക്തമൊന്നുമല്ല. ഇവിടെ അത്രത്തോളം സിവിക് സെൻസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുമല്ല ഇവിടെ ഉള്ളത്. നമ്മൾ കൊടുക്കുന്ന പരമാവധി ശിക്ഷ എന്താണ്? വിധിക്കുന്നത് വധശിക്ഷയാണ്. പക്ഷേ വധശിക്ഷ വിധിച്ചാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ? വധശിക്ഷ കാത്ത് 500-ലേറെ പേരാണ് ജയിലിൽ കിടക്കുന്നത്. അവരെയും തൂക്കിക്കൊല്ലാൻ പോകുന്നൊന്നുമില്ല. അവരൊക്കെ ഇങ്ങനെ നമ്മുടെ നികുതി പണം കൊണ്ട് അവർ ഭക്ഷണം കഴിച്ച് ആജീവനാന്ത കാലം ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ നീറ്റലോടെ കണ്ടുവരും. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നടപ്പിലാക്കേണ്ടത് എൻകൗണ്ടർ ചെയ്ത് കൊല്ലുക. ഇപ്പോൾ ഇന്നേ ദിവസം തന്നെ ഉത്തർപ്രദേശിൽ ഒരുത്തനെ അങ്ങനെ എൻകൗണ്ടർ ചെയ്ത് കൊന്നു. ബലിപ്പെരുന്നാളിൻ്റെ നീ ആടിനെ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്നും പറഞ്ഞിട്ട് ഒരു 17 വയസ്സുള്ള പയ്യൻ്റെ സുഹൃത്തുക്കൾ അവനെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവനത് കണ്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ഇവനെ അറുത്ത് കൊല്ലുകയാണ്. ആ ഒരു അറുത്ത് കൊന്ന ആ നരാധമനെ പോലീസ് എൻകൗണ്ടറിലൂടെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇതൊക്കെ നടക്കണം. പറയുമ്പോൾ ഒന്നും തോന്നിയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ നാട്ടിലെ നിയമം പലപ്പോഴും വലിയ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവനൊക്കെ വധശിക്ഷ കിട്ടുമായിരിക്കും, പക്ഷേ എന്നിട്ടും ജയിലിൽ തിന്ന് കൊഴുത്ത് കിടക്കത്തേ ഉള്ളൂ. ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം. സംഭവത്തിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. 2026 മെയ് 29 വൈകിട്ട് 4 മണിയായിട്ടുണ്ട്. നെടുമങ്ങാട് പനവൂരിൽ നമ്മുടെ റേഡിയോ പാർക്കിനടുത്തുള്ള അർച്ചിതം എന്ന് പറയുന്നൊരു വീടുണ്ട്. ആ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ്. ഈ അഖിലയും അഷ്കറും കൂടി. അപ്പോൾ ഇവർ വാടകയ്ക്ക് താമസിക്കുകയാണ്. അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടുന്ന് കേൾക്കുകയാണ്. ഛർദ്ദിക്കുന്നു, നോക്കാനിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുകയാണ്. അങ്ങനെ നാട്ടുകാർ അങ്ങോട്ട് എത്തുകയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് സാധാരണഗതിയിൽ എപ്പോഴും അവിടുന്ന് ഈ കുഞ്ഞിൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ മെയ് 29 കേട്ട കരച്ചിലെന്ന് പറയുന്നത് കുറച്ച് ഭീകരമായിട്ടുള്ള ഒരു കരച്ചിലായിരുന്നു. എന്തായാലും നാട്ടുകാർ കുറച്ച് അയൽവാസികളൊക്കെ അങ്ങോട്ട് എത്തുമ്പോൾ അവർക്ക് കാണാൻ സാധിച്ച കാഴ്ച എന്തെന്നാൽ
ഈ കുഞ്ഞ് കുറച്ച് ഛർദ്ദിച്ചിട്ടുണ്ട്, പക്ഷേ അഷ്കർ ഒരു പാത്രത്തിൽ ചോറെടുത്ത് കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കുന്ന പോലെ ഇങ്ങനെ വായിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ചോദിച്ച നാട്ടുകാരോട് അഷ്കർ പറഞ്ഞത് കുഞ്ഞ് കഴിക്കുന്ന വഴി ഭക്ഷണം തൊണ്ടയിൽ കെട്ടിയതോട് കൂടിയിട്ട് ഒരുപാട് ഛർദ്ദിച്ചു. ആ ഛർദ്ദിച്ചപ്പോൾ അതിൻ്റെ വേദനയിലോ മറ്റോ നിലവിളിച്ച് കരഞ്ഞതാണ്. അവിടെ ഛർദ്ദിച്ച മുഖത്തിൽ നിന്ന് വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ ആ ചോറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്തായാലും നാട്ടുകാർ ശക്തമായി പറഞ്ഞു ആ കുഞ്ഞ് ബോധമറ്റ് അങ്ങനെ കിടക്കുകയാണ്. ആ ഒരു ബോധമറ്റ ജീവൻ വെടിയാനിന് കുറച്ച് ജീവനേ ഉള്ളൂ. ആ ഒരു കുഞ്ഞിനാണ് അവൻ അഭിനയിക്കുന്ന പോലെ ഇങ്ങനെ ചോറ് വാരി കൊടുക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരുന്നത്. അതായത് ചോറ് കഴിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിച്ചെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമായിരുന്നു. എന്തായാലും നാട്ടുകാർ ശക്തമായിട്ട് പറയുകയാണ്, അഷ്കറെ നീ കുഞ്ഞിനെ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജസ്റ്റ് ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയതിൻ്റെ പ്രശ്നമേ ഉള്ളൂ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നാട്ടുകാർ കുറച്ച് പ്രശ്നമാക്കിയവർ, കാരണം അവർക്ക് മനസ്സിലായി കുഞ്ഞ് അത്രത്തോളം ബോധം പറ്റി കിടക്കുകയാണ്, അത്രയും സീരിയസ് ആണെന്നുള്ളത്. എന്നിട്ട് ഇവൻ പോകണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടുകാരുടെ ഒരു പ്രഷറിനെ തുടർന്ന് ഇവനൊരു ആംബുലൻസ് വിളിച്ച് കുട്ടിയെ അടുത്തുള്ള പനവൂരിൽ തന്നെയുള്ള മറിയം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സമയം ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ ചെന്നപ്പോൾ അവിടെ പ്രാഥമിക ശുശ്രൂഷ അല്ലെങ്കിൽ പ്രാഥമിക പരിശോധന ഡോക്ടേഴ്സ് നടത്തുമല്ലോ, അവർക്കൊരു കാര്യം വ്യക്തമായി, കുട്ടിയുടെ കണ്ടീഷൻ വളരെ വളരെ മോശമാണ് എന്നുള്ളത്. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കുട്ടിയെ, ചെറിയ ഹോസ്പിറ്റലാണ്, അപ്പോൾ അവർ പറയുകയാണ് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ ജീവനുള്ളതെന്ന് പറയുകയാണ്. അങ്ങനെ കുഞ്ഞിനെ തിരുവനന്തപുരം SAT ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ പരിശോധിച്ച് അവിടെ ഓൾമോസ്റ്റ് ഡെഡായിരുന്നു ആ കുട്ടി. എന്തായാലും വൈകിട്ട് 6 മണിയോട് കൂടിയിട്ട് 6:08 കൂടിയിട്ട് ഒഫീഷ്യലി ഈ കുഞ്ഞ് മരണപ്പെട്ടു എന്ന് ഡോക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യുകയാണ്. പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, ഈ കുഞ്ഞിൻ്റെ മരണകാരണം എന്നുള്ളത് ഭക്ഷണം തൊണ്ടയിൽ കെട്ടിയൊന്നുമല്ല. അപ്പോൾ അഷ്കർ പറഞ്ഞ എന്താണ്, ഹോസ്പിറ്റലിൽ പറയണമല്ലോ കുട്ടിക്ക് ചോറ് ഞാൻ വാരി കൊടുക്കുകയായിരുന്നു, പിന്നീട് വെള്ളം കുടിക്കുന്നുണ്ട്, അങ്ങനെ തൊണ്ടയിൽ കെട്ടിയ ശേഷം അവൻ ഛർദ്ദിക്കുകയാണ്, വായിലൂടെ മൂക്കിലൂടെയൊക്കെ വരികയാണ്, അങ്ങനെയാണ് ബോധം കെട്ട് വീണത് എന്നുള്ളതായിരുന്നല്ലേ. പക്ഷേ ഡോക്ടർമാർക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, അവർക്ക് മനസ്സിലായി ഇത് തൊണ്ടയിൽ കെട്ടി അങ്ങനെ മരിച്ചൊന്നുമല്ല. മാത്രമല്ല അവർ ശരീരത്ത് നോക്കുമ്പോൾ, അതായത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കാണാൻ കഴിഞ്ഞത് കുഞ്ഞിൻ്റെ ശരീരത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടും തലയുടെ പുറം ഭാഗമുണ്ടല്ലോ, അവിടെ ശക്തമായിട്ടൊരു മർദ്ദനം ഏറ്റിട്ടുണ്ട്. നെഞ്ചിൻ്റെ ആ കുഞ്ഞു നെഞ്ചാണ്, നമ്മളുടെ ഒരു കൈയിടത്രയും പോലും ഇല്ലല്ലേ, ആ കുഞ്ഞു നെഞ്ചിൻ്റെ മധ്യഭാഗത്തായിട്ട് നല്ല മർദ്ദനമേറ്റ പാടുണ്ട്. ആ കുട്ടിയുടെ കാലിൻ്റെ അടിയിലുണ്ടല്ലോ, നമ്മുടെ ഉള്ളം കാലുണ്ടല്ലോ, അവിടെ പൊള്ളിയ പാടുകളുണ്ട്. തുടങ്ങിയ സംഭവങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കുകയാണ്. അവർ പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. അങ്ങനെ പോലീസ് ഒരു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ ആ ഒരു ഭൗതിക ശരീരം പോസ്റ്റ്മോർട്ടത്തിന് വിടുകയാണ്. അതായത് ഒരു പേഷ്യൻറ്റ് മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നോർമൽ ഡോക്ടേഴ്സ് ഒന്നും പരിശോധന അങ്ങനെ നടത്താറില്ല, പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് എല്ലാ ഫൈൻഡിങ്സും വരുന്നതല്ലേ. പോസ്റ്റ്മോർട്ടത്തിൽ വന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളായിരുന്നു. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മരണകാരണം എന്നുള്ളത് ആദ്യം ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ ഭക്ഷണം തൊണ്ടയിൽ കെട്ടിയത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ശരീരത്തിനേറ്റ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്, പ്രത്യേകിച്ച് തലയുടെ പിൻഭാഗത്തും അതോടൊപ്പം നെഞ്ചിലെ ആഘാതമാണ് അവിടെ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റാണ് മരണത്തിലേക്ക് നയിച്ചത്. കൃത്യമായിട്ടുള്ള ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നീട് പരിശോധിച്ചപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന് മനസ്സിലായത് ആ കുട്ടിയുടെ ശരീരത്തിൽ 51 മുറിവുകളുണ്ടെന്നാണ്. അത് മുറിവുകൾ വെട്ടുപാടുകളായിട്ടുണ്ട്. അതോടൊപ്പം ഈ നമ്മൾ പൊള്ളിച്ചാൽ എങ്ങനെ ഇരിക്കും, നമ്മൾ തീ കൊടുത്ത് പൊള്ളിച്ചാൽ എങ്ങനെ ഇരിക്കും, അതോടൊപ്പം സിഗരറ്റ് വെച്ച് കുത്തിയ പാടുകൾ, ഈ മെറ്റൽ, അതായത് ഒരു ഇരുമ്പ് ലോഹം, ചെറിയൊരു ഇത്രയുള്ള ഇരുമ്പ് ലോഹം മേത്ത് കുത്തിയാലുള്ള പാടുകൾ, ജനനേന്ദ്രിയത്തിൽ വരെ, ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ വരെ നല്ല ആഴത്തിലുള്ള, ഒന്നാലോചിച്ച് നോക്കും, ഒരു കുഞ്ഞ് പിഞ്ച് കുട്ടിയുടെ ജനനേന്ദ്രിയം വരെ അങ്ങനെ അത്രയും പൈശാചികമായിട്ട് ഉപദ്രവിക്കണമെങ്കിൽ എത്ര ഒരു ബ്രൂട്ടൽ നരാധമനായിരിക്കും ഇവനൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് ആഴത്തിലുള്ള മുറിവുകളും കാര്യങ്ങളൊക്കെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് കണ്ടെത്തുകയാണ്. അങ്ങനെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പോലീസിന് സംഭവം മനസ്സിലായി, ഇത് നിസാര കളിയല്ല, വലിയൊരു ക്രൂരതയാണ്. ആ ഒരു കുഞ്ഞനുഭവിച്ചത് നാട്ടുകാർ പറയുന്നത് പോലെ 1.5 വർഷത്തിനുള്ളിൽ അനുഭവിച്ചത് 80 വർഷം കൊണ്ട് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ഒരാൾ അനുഭവിക്കാവുന്ന ക്രൂരതയാണെന്ന് പോലീസിന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ പോലീസ് ഈ 2 പേരെയും വിളിപ്പിച്ച് ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയാണ്. ബാക്കി വിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് അഷ്കർ, ആരാണ് അയാളുടെ ഭാര്യ അഖില, ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അഷ്കർ 31 വയസ്സ്, തിരുവനന്തപുരം നെടുമങ്ങാട് പനവൂർ സ്വദേശിയാണ്, ജോലി ടാക്സി ഡ്രൈവറാണ്. അഖില 24 വയസ്സ്, നെടുമങ്ങാട് ചുള്ളിമാനൂർ
പനവൂർ സ്വദേശിനിയാണ്. ഇവരൊരു നർത്തകിയാണ്. ഡാൻസ് സ്കൂളിലൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട്. എന്തായാലും ഈ അഖിലയുടെ ജീവിതം ആദ്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഖിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെ എന്തായാലും പ്രണയത്തിനൊടുവിൽ ഇവർ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിച്ച് ഈ അഖില പ്രഗ്നൻ്റ് ആകുകയാണ്. കുഞ്ഞിന് 1.5 വയസ്സ്, അപ്പോൾ ഒരു 2.5 വർഷം മുമ്പ് എന്ന് നമ്മൾ കണക്ക് കൂട്ടുക. എന്തായാലും പ്രഗ്നൻ്റായി 3-ാം മാസം ഉണ്ടല്ലോ, ഈ ഭർത്താവായിട്ടുള്ള അത്രത്തോളം പ്രണയിച്ച് കല്യാണം കഴിച്ച ഈ അഖിലുണ്ടല്ലോ സൂയിസൈഡ് ചെയ്യുകയാണ്, വീട്ടിൽ കെട്ടിത്തൂങ്ങുകയാണ്. അതിലേക്ക് നയിച്ച കാരണം എന്താണെന്നറിയാവോ? 3-ാം മാസം ഉണ്ടല്ലോ, പ്രഗ്നൻ്റായി 3-ാം മാസമാണ്. അപ്പോൾ ഈ അഖിലയ്ക്കുണ്ടായിരുന്ന ഒരു അവിഹിതം ഭർത്താവായിട്ടുള്ള അഖിലയും അഖിലുമാണ് കേട്ടോ. അഖില് കൈയോടെ പിടികൂടുകയാണ്. അത് വലിയ പ്രശ്നമാകുകയാണ്. ഇവളെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു നികൃഷ്ടയായിട്ടുള്ള ജീവിയാണ്. അങ്ങനെ ഈ ഒരു സംഭവം ഇവർക്കിടയിൽ പ്രശ്നമാകുകയാണ്. ഈ സംഭവം പോലീസ് സ്റ്റേഷൻ വരെ എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചെറിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല, അവരുടെ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അഖില പറയുകയാണ്, എനിക്കിനി ഇയാളുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല, എനിക്ക് എൻ്റെ കാമുകൻ്റെ ഒപ്പം താമസിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കാമുകനായിട്ടുള്ള അഷ്കർ ആയിരിക്കും എന്നല്ലേ. അഷ്കർ അല്ല, വേറൊരാളായിരുന്നു. 3-ാം മാസം മറ്റൊരാളുമായിട്ടായിരുന്നു ഇവൾക്ക് ബന്ധമുണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾക്കൊടുവിൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ മറ്റേ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു ക്യാരക്ടർ, ആ ഒരു സീനുണ്ടല്ലോ, അതാണ്. എന്തായാലും അങ്ങനെ ഉപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ തന്നോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ല, മറ്റു പലതും പറഞ്ഞു കാണും. അല്ലെങ്കിൽ അത്രത്തോളം ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അഖില് നേരെ വീട്ടിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. 3-ാം മാസം, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന 3-ാം മാസം ആ പയ്യൻ സൂയിസൈഡ് ചെയ്തു. ഈ അഖിൽ മരിച്ച ശേഷം ആ ഒരു മരണത്തിന് പോലും ഇവൾ കാര്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടോ ഒന്നുമില്ലായിരുന്നു. ഈ അഖിലിൻ്റെ കുടുംബമായിട്ട് ഇവൾക്ക് വലിയ സ്വരച്ചേർച്ചയൊന്നും ഇല്ലായിരുന്നു. മൊത്തം വിട്ടു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ പോലും ഇവരെ പോയി കാണാനോ അല്ലെങ്കിൽ അഖിലിനെ പറ്റി സംസാരിക്കാനോ ഒന്നിനും ഈ അഖില തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ അഖിലിൻ്റെ കുടുംബത്തെ ഈ കുഞ്ഞിനെ കാണിക്കത്ത് പോലും ഇല്ലായിരുന്നു. അഖിലിൻ്റെ കുടുംബം പറയുന്നുണ്ട്, ഞങ്ങൾ കുഞ്ഞിനെ നോക്കിക്കോളാം. അത് വെറുതെ പറഞ്ഞതല്ല കേട്ടോ, മറിച്ചുണ്ടല്ലോ ഇവൾക്ക് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണമെന്നായിരുന്നു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശിശുക്ഷേമ സമിതിയുടെ അമ്മ തൊട്ടിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അവിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാനും വരെ ഈ അഖിലയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞിനെ നോക്കാനൊന്നും അവൾക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് അഖിലിൻ്റെ കുടുംബം ചോദിക്കുന്നത്, ഞങ്ങൾ വളർത്തിക്കോളാം, ഞങ്ങളവനെ പൊന്നുപോലെ വളർത്തിക്കോളാം. പക്ഷേ അവർക്കൊന്നും ഇവൾ കൊടുത്തില്ല. അവർക്ക് കൊടുക്കുകയും വേണ്ട, മറിച്ച് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണം, ഈ കുഞ്ഞിനെ ഒഴിവാക്കണം തുടങ്ങിയ മെൻറ്റാലിറ്റിയിലായിരുന്നു ഇവൾ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തൊരു ചിന്തയാണ്! വേണ്ടെങ്കിൽ അവർക്ക് കൊടുത്തൂടെ? അവർ പലതവണ അതിന് നിയമപരമായിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും ഈ സംഭവം പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് കേട്ടോ. അതായത് ഈ അഖിലിൻ്റെ കുടുംബം കുഞ്ഞിനെ ആവശ്യപ്പെട്ട കാര്യമുണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിലെത്തുകയാണ്. പോലീസ് അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇപ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും കുഞ്ഞിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോൾ അമ്മയ്ക്കാണുള്ളത്, അമ്മയുടെ ഒപ്പം വിടണമെന്നാണ് പോലീസുകാർ പറഞ്ഞത്. അങ്ങനെ എന്തായാലും വീണ്ടും കുഞ്ഞ് അഖിലോടൊപ്പമാകുകയാണ്. കുടുംബം നിയമപരമായിട്ട് കോടതി വഴിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും അതിനുശേഷമാണ് ഇവൾ അഷ്കർ എന്ന് പറയുന്ന ഈ ക്രൂരനെ, ഈ പൈശാചിക ജന്മത്തെ പരിചയപ്പെടുന്നത്. ഇവൾ ഡാൻസ് പഠിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്, ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ ടാക്സി ഡ്രൈവർ, അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഈ അഷ്കർ എന്നുള്ളത്. അഷ്കർ ആകട്ടെ, ഇനി നമ്മൾ അഷ്കറിലേക്ക് വരുവാണെങ്കിൽ, ഇവൾ പരിചയപ്പെടുന്ന സമയത്തുണ്ടല്ലോ ഈ ഡാൻസ് സ്കൂളിലെ തന്നെ മറ്റൊരു ഡാൻസ് ടീച്ചർ, ആ ഒരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ പെൺകുട്ടിയായിട്ട് അവൻ്റെ കല്യാണ നിശ്ചയം വരെ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ അഖിലെ കണ്ടപ്പോൾ അവൻ ആ കല്യാണ നിശ്ചയത്തിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നീട് നമ്മൾ കേൾക്കുന്നത് ആ പെൺകുട്ടി ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും അഖിലയായിട്ട് കണ്ടു, അവർ പരിചയത്തിലായി, അവർ ഇഷ്ടത്തിലായി, ഇവർ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പനവൂർ നെല്ലിക്കുന്ന് റേഡിയോ പാർക്കിന് സമീപമുള്ള അർച്ചിതം എന്ന് പറയുന്നൊരു വീട് ഇവർ വാടകയ്ക്കെടുത്ത് താമസം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ടായിരുന്നത് ഈ കുഞ്ഞായിരുന്നു. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ അഖിലയുടെ അമ്മയുണ്ട്, അവർ നിഷ്കളങ്കമായിട്ടുള്ള നല്ലൊരു സ്ത്രീയാണ്, റീന എന്നാണ് ആ ഒരു അമ്മയുടെ പേര്. അമ്മയാണ് കുഞ്ഞിനെ പല ദിവസങ്ങളിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഇവർ ഡാൻസ് ഒന്നും പറഞ്ഞിട്ട് വീട്ടിൽ കാണില്ല. അഷ്കർ ആണെങ്കിൽ പല പണിക്കും എന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇവർക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഈ അമ്മയെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അമ്മയ്ക്കും ജോലിയുണ്ട്. അമ്മ എന്ന് പറയുന്ന അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക ജീവനക്കാരിയായിട്ട് പോകുന്നൊരു വ്യക്തിയാണ്. എന്തായാലും കുറച്ച് ദിവസം അമ്മ നോക്കും. പിന്നീട് ഈ അഖിലയും അഷ്കറും ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അവരെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എന്തായാലും ഈ അഷ്കർ പരസ്യമായിട്ട് പറയും, അത് അമ്മ പറയുന്നൊരു കാര്യമാണ്, കുഞ്ഞിനെ ഞാൻ കുറച്ച് ദിവസം നോക്കും, ബാക്കിയുള്ള ദിവസം ഒരു പുഴുത്ത പട്ടിയെപ്പോലെ നോക്കും. ഈ അഖിലയുടെ അമ്മ തന്നെ പറയുന്നൊരു കാര്യമാണ്, കുഞ്ഞിനെ ഞാൻ
കുറച്ച് ദിവസം നോക്കിയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ പുഴുത്ത പട്ടിയെ പോലെ ആയിരിക്കും നോക്കാൻ പോകുന്നതെന്ന് ഒച്ചത്തിലും പുറത്ത് റോഡിൽ നിന്നും ഈ പുറത്ത് ഇറങ്ങിയൊക്കെ പറയാറുണ്ടെന്ന് ഈ അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും ഈ കുഞ്ഞ് നേരിട്ട നരകയാതന എന്ന് പറഞ്ഞാൽ ഇവൻ ഒന്നാമതൊരു ബ്രൂട്ടൽ സൈക്കോപാത്താണെന്ന് പറഞ്ഞല്ലോ. ഇനി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഇവർ പലതരത്തിൽ ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ രണ്ടുപേരും. പക്ഷേ പിന്നീട് ഇവൻ സമ്മതിച്ച ഇവൻ്റെ കൺഫെഷൻ ഉണ്ടല്ലോ, അതായിരുന്നു ഏറ്റവും ഞെട്ടിക്കൽ. താൻ കുഞ്ഞിനെ ക്രൂരമായിട്ട് അതീവ ക്രൂരമായിട്ട് മർദ്ദിക്കുമെന്ന് ഇവൻ സമ്മതിക്കുകയാണ്. എങ്ങനെയൊക്കെയായിരുന്നു മർദ്ദനം നോക്കുവാണെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 51 മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണല്ലേ. ഈ മുറിവുകൾ എങ്ങനെയാണ് വന്നതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞത് ഒരു വടിയുണ്ട്, അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 51 മുറിവുകളുണ്ടല്ലോ അതിന് പല കാലപ്പഴക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് കുഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് ഇവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ കുറേ നാളുകളായിട്ടുണ്ടല്ലോ ഈ 1.5 വയസ്സായിട്ട് ആ കുഞ്ഞ് ഏറ്റുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഈ 51 മുറിവുകൾ അടിച്ച് പഴുപ്പിച്ച് വെച്ചതാണ്. ഇനി മുറിവുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്ന ശരീരത്ത്, ഒരിക്കലുമല്ല തീ കൊണ്ട് പൊള്ളലേറ്റ പാടുകൾ, തീ കൊണ്ടൊരു നമ്മളൊരു തീയുടെ കഷ്ണം കൊണ്ട് ഒരു കരി കൊണ്ട് കുത്തിയ പോലത്തെ പാടുകൾ, പിന്നെ മെറ്റൽ വെച്ച് പൊള്ളിച്ച പാടുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഇതിന് അവൻ മറുപടി കൊടുത്തത് ഒന്നാമത്തത് സിഗരറ്റിൻ്റെ ലൈറ്റർ കൊണ്ട് ഡയറക്റ്റ് നമ്മൾ ലൈറ്റർ നെക്കി ആ തീ പൊള്ളിക്കും. രണ്ടാമത്തത് സിഗരറ്റ് ഉണ്ടല്ലോ, കത്തിച്ച സിഗരറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് ശരീരത്തിൽ കുത്തും. മൂന്നാമത്തത് ഈ ലൈറ്റർ കുറച്ച് നേരം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള മെറ്റൽ ചൂടാവുമല്ലേ, ആ മെറ്റൽ ചൂടായിട്ട് അത് ഈ കുഞ്ഞിൻ്റെ മേത്ത് കുത്തും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടം കൊണ്ടും തീർന്നു? ഒരിക്കലുമില്ല. അടുത്തൊരു കാര്യമാണ്, നമ്മൾ അത്രത്തോളം ഭയാനകമായിട്ട് ആ കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയമുണ്ടല്ലോ, 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയല്ലേ, ആഴത്തിലുള്ള മുറിവുകളുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞ മറുപടി എന്താ നിങ്ങൾക്കറിയാവോ? ഇവൻ്റെ കയ്യിൽ കുറച്ച് നഖമുണ്ട്, ഈ നഖം കൊണ്ടുണ്ടല്ലോ അതിങ്ങനെ പിടിച്ച് ആ നഖം കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരു രീതി, പക്ക ബ്രൂട്ടൽ സൈക്കോപാത്ത്. ആ നഖം കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ അള്ളിപ്പിടിച്ച് മാന്തി തൊലി വലിക്കില്ലേ, അങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ലൈക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് അതീവ ക്രൂരമായിട്ട് കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ പോലും മുറിവേൽപ്പിക്കുന്ന ഒരു പൈശാചിക ജന്മം ഒരിക്കലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലാത്ത. ശരിക്കും പറഞ്ഞാൽ ഇവനൊന്നും പെട്ടെന്ന് മരിക്കുകയല്ലേ വേണ്ടത്. ഇവനൊക്കെ അനുഭവിച്ച് ഇവൻ്റെ കാലം കൈയൊക്കെ വെട്ടി ഇവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് നാക്ക് മുറിച്ച് അങ്ങനെ ഒരു ജീവശവമായിട്ട് ഇവൻ ജീവിച്ചു തീർക്കണം. അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാലും അവൻ രക്ഷപ്പെടലാണ് സത്യം പറഞ്ഞാൽ. അല്ലേ, അവർ നരക യാതനയിൽ നിന്ന് ഇവൻ നരകിച്ചേ ഇവനൊക്കെ ചാകാവുള്ളൂ. അങ്ങനെ ഒരു വിധിയാണ് സത്യം പറഞ്ഞാൽ ഇവനൊക്കെ കിട്ടേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത് മെയ് 29-ാം തീയതി കുഞ്ഞിൻ്റെ മരണം നടന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്നാണല്ലേ. അന്നേ ദിവസം ഉച്ചയോട് കൂടിയിട്ട് ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കുകയാണ്. ചോറും കറിയൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വയറുവേദന വരികയാണ്. അപ്പോൾ കരയുന്നുണ്ട്. വയറുവേദന വരുമ്പോൾ അതിന് കരയാനല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ കരയുമ്പോൾ ഇവൻ ആ കരച്ചിൽ കേൾക്കുമ്പോൾ പക്കാ ഒരു സൈക്കോപാത്താണല്ലോ, അവന് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ഇവൻ കുഞ്ഞിനെ ഉറക്കാനായിട്ട് ചെറുതായിട്ട് തല്ലിയൊക്കെ ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വേദനയല്ലേ, എങ്ങനെ ഉറങ്ങുക കുഞ്ഞ്? അപ്പോൾ ഇവൻ ചെയ്ത കാര്യം എന്തെന്നാൽ കുഞ്ഞ് കരയുമ്പോൾ കരച്ചിലൊക്കെ ഇവന് ഭയങ്കര പ്രശ്നമാണ്. പൊത്തി പിടിക്കുന്നുണ്ട്. ആ പിഞ്ച് ശരീരത്തിന് വായുണ്ടല്ലോ അത് പൊത്തിപ്പിടിക്കുന്നുണ്ട്. അതൊന്നും കൊണ്ട് കുഞ്ഞിന് ഉറങ്ങാനൊന്നും പറ്റില്ല. അങ്ങനെ ഇവന് ദേഷ്യം കയറിയിട്ട് ആ കുഞ്ഞിനെ തലങ്ങും വിലങ്ങും കൈ കൊണ്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. തലയുടെ പുറകിൽ ശക്തിയായിട്ട് ഇവൻ ഇടിക്കുകയാണ്, കുഞ്ഞിൻ്റെ നെഞ്ചിൽ ഇടിക്കുകയാണ് അവൻ്റെ ഒരു കൈ കൊണ്ട്. നമുക്കറിയാം നമ്മുടെ ഒരു സാധാരണ ഒരു കൈ കൊണ്ട് ഒരു കുഞ്ഞിനെ ഇടിച്ചാൽ എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നതല്ല. അവൻ ക്രൂരമായിട്ട് കുഞ്ഞിൻ്റെ നെഞ്ചിൽ പലതവണ മർദ്ദിക്കുകയാണ്. തലയുടെ പുറകിൽ കൈ കൊണ്ടോ മറ്റൊരു വസ്തു കൊണ്ടോ ആഴത്തിലുള്ള ആഘാതം ഏൽപ്പിക്കുകയാണ്. ഈ നെഞ്ചിനേറ്റ ക്ഷതമായിരുന്നു മരണത്തിന് കാരണമായിട്ടുണ്ടായിരുന്നത്. കുഞ്ഞ് കമന്നടിച്ച് വീഴുകയാണ്. അങ്ങനെ ഈ മർദ്ദനത്തിൻ്റെ ആഘാതം ഞൊടിയിടയിൽ ആ കുഞ്ഞിനെ ബാധിക്കുകയാണ്. കഴിച്ച ഭക്ഷണമെല്ലാം ആ ചോറെല്ലാം ഛർദ്ദിക്കുകയാണ്. അത് ഭയങ്കര ഭീകരമായിട്ടായിരുന്നു ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. വായിലൂടെയും മൂക്കിലൂടെയൊക്കെ വരുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് അവശനിലയിൽ കമന്നിങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് പോലും ഇവന് ഒരു മൈൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അതിൻ്റെ ഒച്ച കേട്ടിട്ടാണ് നാട്ടുകാർ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നാട്ടുകാർ വരുന്നത് മനസ്സിലാക്കിയിട്ട് ഇവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണ്, ആ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറെടുത്തിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ, വായിൽ വെച്ച് കൊടുക്കുന്ന പോലെ, വാരി കൊടുക്കുന്ന പോലെ കാണിക്കുകയാണ്. അപ്പോൾ നാട്ടുകാരോട് പറഞ്ഞത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് തൊണ്ടയിൽ കുരുങ്ങി ഛർദ്ദിക്കുമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ്. അവൻ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊന്നിട്ടാണ് ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ആ ഒരു ആഘാതമാണ് കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിച്ചത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഷ്കറിൻ്റെ മുൻ ഭാര്യയുണ്ട് ആമീനയുടെ കഥയാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന രണ്ടുപേരും ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടായിരിക്കുമല്ലേ. ഇവൻ കൊണ്ടെത്തിച്ചതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു സംഭവത്തിൽ അത്രയും ക്രൂരമായിട്ട് കൊല്ലാക്കൊല ചെയ്തു, പരാതി കൊടുത്തു. നമ്മളുടെ പോലീസ് എന്ത് ചെയ്തു? ഇവിടെ പരാതി കൊടുത്തിട്ട് പോലീസ് ഒരു പിണ്ണാക്കം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ സംഭവങ്ങൾ പരാജയമാണ്. ഒരു പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്തു, അവൾ കോമയിലായി. അതായത് പക്കാ വധശ്രമം. അവൾ മരണപ്പെട്ടില്ല, മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 13 മാസം കോമയിൽ കിടന്നു. ഒരു കേസ്, ഒരു അറസ്റ്റ് ഒന്നുമില്ല.
ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി എന്നുകൂടി നിങ്ങൾ ഓർക്കുക. എന്തായാലും 2022 ഇവൻ 18 വയസ്സുള്ള ആമിനെ വിവാഹം ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞതു മുതൽ ആ 18 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി നേരിടേണ്ടി വന്നത് ഭയാനകമായിട്ടുള്ള ക്രൂരതകളായിരുന്നു. ഈ ഒരു അഷ്കറും അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയും കൂടിയിട്ട് സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റൊരുപാട് കാര്യങ്ങളുടെ പേരിലും ഈ പെണ്ണിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. എപ്പോഴും കൈവച്ച് ഇങ്ങനെ കരണത്തടിക്കുമായിരുന്നു, സർവ്വശക്തിയും എടുത്തടിക്കുമായിരുന്നു. പിന്നീട് ഇവൻ്റെ അടിയുടെ രീതി എന്ന് പറഞ്ഞാൽ 2 കൈയും വെച്ച് ഇങ്ങനെ ചെവിക്കടിക്കുമല്ലോ, ഇങ്ങനെ ഒറ്റടി അങ്ങനെ കൊടുക്കുമല്ലോ. അതിനുശേഷം ഈ കൈ മുഷ്ടി വെച്ച് മുഖത്തും ശരീരത്തും നെഞ്ചത്തൊക്കെ ക്രൂരമായിട്ട് ഇടിക്കുമായിരുന്നു. ഈ 18-19 വയസ്സ് മാത്രം പ്രായമുള്ള പെങ്കൊച്ചിൻ്റെ ഒന്നാലോചിച്ച് നോക്ക്. ഇനി മർദ്ദനമൊന്നും കൊണ്ട് മാത്രം അവിടെ അവസാനിച്ചില്ല കേട്ടോ. ഈ അഷ്കറിന് കുടുംബത്തിന് ഇവൻ്റെ ഉമ്മയ്ക്കുമൊക്കെ ഉണ്ടല്ലോ ഈ ആമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമായിരുന്നു, കൊല്ലണമായിരുന്നു. അതിനിവർ പല പദ്ധതികളും പ്ലാൻ ചെയ്യുകയാണ്. ഒരു തവണ ഇവർ ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ മനസാക്ഷി ഞെട്ടിക്കുന്ന കാര്യമാണ്. ആ പെങ്കൊച്ചിനെ ആമിനെ മർദ്ദിച്ച് അവശയാക്കിയിട്ടുണ്ടല്ലോ, ഫാനിൽ കെട്ടിത്തൂക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ പെണ്ണ് പ്രതികരിച്ചത് കൊണ്ടോ എന്തോ ഭാഗ്യം കൊണ്ട് ഇവർക്ക് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു തവണ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ്, നിർബന്ധിച്ച് വിഷം കുടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, കിണറ്റിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു അറ്റംപ്റ്റൊക്കെ ആ ഒരു പെൺകുട്ടി അതിജീവിക്കുകയാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു 2024 അന്ന് അഷ്കർ ആ പെൺകുട്ടിയെ സ്ഥിരമായിട്ട് മർദ്ദിക്കും. പക്ഷേ ഇത്തവണ മർദ്ദിച്ചപ്പോൾ ആ പെൺകുട്ടിയെ തലയുണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ തല ഭിത്തിയിൽ ശക്തമായിട്ട് പലതവണ നമ്മൾ ഈ പല സിനിമകളിലൊക്കെ കാണത്തില്ല, അതുപോലെ ഇടിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലേ, സെറിബെല്ലം, മെഡുല ഒബ്ലാങ്കേട്ട, ഹൈപ്പോതലാമസ്. ആ പെൺകുട്ടിയുടെ സെറിബെല്ലമായിരുന്നു തകർന്നിട്ടുണ്ടായിരുന്നു. സെറിബെല്ലം തകർന്ന് അതിൻ്റെ അകത്ത് രക്തം കട്ട പിടിക്കുകയാണ്. ആ പെൺകുട്ടി 13 മാസം കോമയിൽ കിടക്കുകയാണ്. ശരീരം പൂർണ്ണമായിട്ടും തകർന്നിട്ട് 13 മാസമായിരുന്നു ബോധം മറ്റ് കോമയിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചിന്തിക്കുന്നത് പക്ക കൊലപാതക ശ്രമത്തിൻ്റെ എന്തോരം വകുപ്പുകൾ ബാക്കി ചുമത്താല്ലേ. എന്നിട്ട് അവൻ സുഗമമായിട്ട് ഇവിടെ വിലസ് നടക്കുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ട്, കെട്ടിത്തൂക്കാൻ വരെ ശ്രമിച്ചിട്ട്, കോമയിലുമായി, എന്നിട്ട് അവൻ സുഖമായിട്ട് അവൻ ജീവിക്കുന്നു. ഇതാണ് ഇവിടുത്തെ നിയമാവസ്ഥ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. 13 മാസം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ബോധം കുറച്ച് വരികയാണ്. പക്ഷേ സംസാരശേഷി, ഓർമ്മ, ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളുടെ കൈകാലുകളുടെ ചലനങ്ങൾ, ആ പെൺകുട്ടിയുടെ എല്ലാം, കാരണം തലച്ചോറാണല്ലോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, അതൊക്കെ നല്ലൊരു ശതമാനവും തകരാറിലാകുകയാണ്. ആ പെൺകുട്ടി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു തലക്കേറ്റ ക്ഷതം എത്രത്തോളം ഒരു ആഘാതമാണ് പെൺകുട്ടിക്ക് ഉണ്ടാക്കിയതെന്ന്. ഇത്രയും ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാക്കിയിട്ട് ഇവൻ സുഖമായിട്ട് ജീവിക്കുന്നു. അതാണ് എന്നെ ട്രിഗർ ചെയ്യുന്ന ഇവിടുത്തെ നിയമാവസ്ഥ എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ആമിനയുടെ സഹോദരനുണ്ടല്ലോ, പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ആ ഒരു സഹോദരൻ, ഇളയ സഹോദരനാണ്, മുഹമ്മദ് എന്നാണ് പേര്. ഇപ്പോൾ ആ ഒരു ആമിനയുടെ മാതാപിതാക്കൾ, അതായത് ഈ സഹോദരൻ്റെ മാതാപിതാക്കൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവൻ അതായത് അഷ്കർ ഈ മുഹമ്മദിനെ കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, വണ്ടി കയറ്റി കൊല്ലുമെന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകൻ മുഹമ്മദ് മുങ്ങി മരിക്കുന്നത് വാമനപുരം ആറിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് നീന്തൽ വരെ അറിയായിരുന്നു എന്ന് ആ പിതാവ് പറയുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ വിരൽ ചൂണ്ടുന്നത് ഈ അഷ്കറിലേക്കാണ്. അഷ്കർ അവനെ കൊല്ലുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു സംഭവമാണ്, ഈ അഷ്കറിന് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നു, വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതായിരുന്നു. അത് ഈ അഷ്കറും ഈ അഖിലയും പ്രവർത്തിച്ചിരുന്ന ഡാൻസ് സ്കൂളുണ്ടല്ലോ, അവിടെ പഠിപ്പിക്കാനായിരുന്നു അഖില വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡ്രൈവറായിരുന്നു അഷ്കർ. മറ്റൊരു ഡാൻസ് ടീച്ചറുമായിട്ടായിരുന്നു ഈ പ്രണയം, വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അഖിലയെ കണ്ടപ്പോൾ അവൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിലൊക്കെ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി മരണപ്പെടുന്നത്. ആ ഒരു മരണമായിട്ട് ഇപ്പോൾ അഷ്കറിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് സംഭവം എന്നുള്ളത്. ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളെ ഞെട്ടിക്കും, ആ കുഞ്ഞ് ഏറ്റ ക്രൂരത. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ വിട്ടുപോയൊരു സംഭവം, ഇതിൻ്റെ അകത്ത് ഈ അഖിലയുടെ പങ്കെന്താണെന്നല്ലേ. അഖില കുഞ്ഞിനെ മർദ്ദിക്കുമായിരുന്നു, പക്ഷേ ഈ അഷ്കർ മർദ്ദിച്ച പോലെ ആയിരുന്നില്ല. ഇവിടെ അഖിലയുടെ പേരിലുള്ള ചാർജസ് എന്തെന്നാൽ ഈ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. അതായത് ഈ അഷ്കർ കുഞ്ഞിനെ മർദ്ദിക്കുന്നത് അഖില ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, മൗനസമ്മതം എന്ന് പറയുന്ന പോലെ. അവൾക്ക് കുഞ്ഞിനോട് താല്പര്യമില്ല, ഇവളും ഇവൻ്റെ ഒപ്പം ചേർന്ന് ആ ഒരു സൈക്കോ ബിഹേവിയർ ആയിട്ടുണ്ടായിരുന്നു. ഇവൻ കുഞ്ഞിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുമ്പോൾ ഇവൾ അതിനെ കൂട്ടു നിൽക്കുന്ന പോലെ, ഈ ഒരു മൗനസമ്മതം എന്ന് പറയുന്ന പോലെ നിൽക്കുകയായിരുന്നു. ഇവൾ ആ ക്രൈം മറച്ചു വയ്ക്കുകയാണ്. അതോടൊപ്പം ആ ഒരു വൈറലായിട്ടുള്ള റീലുണ്ടല്ലോ, ഒരു ഗീവ് അവേ റീലായിരുന്നു, അതിൻ്റെ അകത്ത് 2 കൈ ഒടിഞ്ഞ കുഞ്ഞ് നിഷ്കളങ്കമായിട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഇവൾ ഇളിച്ചുകൊണ്ട് കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണം. ഇവളുടെ അത്രയും ദേഷ്യമാണ് എനിക്കുള്ളത് ഇവളോട്. അപ്പോൾ അവൾ അതിൻ്റെ അകത്ത് പറയുകയാണ്, സൈക്കിളിൽ നിന്ന് വീണ് കൈ ഒടിഞ്ഞെന്ന്. 2 കൈ നല്ലതുപോലെ ഒടിഞ്ഞിരിക്കുകയാണ്. ഇനി സൈക്കിൾ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചവിട്ടുന്ന സൈക്കിൾ ഏതാണ്? ഈ നിലത്തോട് ചേർന്ന കുഞ്ഞ് സൈക്കിളല്ലേ,
അതിൽ നിന്ന് വീണിട്ട് ഇങ്ങനെ കൈയൊടിയുമോ? അപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യണമെന്നായിരുന്നു. ഞാനതൊന്നും ആ റീൽ കണ്ടിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഇത് വൈറലായപ്പോഴാണ് വീണ്ടും കാണുന്നത്. അപ്പോൾ ഈ ക്രൈമിന് കൂട്ടുനിന്നു എന്നുള്ള സംഭവമാണ് ഇപ്പോൾ അഖില ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാതിരിക്കുക. എന്തോരം കേസുകളാണ് നമ്മളിവിടെ കാണുന്നത്. അമ്മ കുഞ്ഞിനെ ബക്കറ്റ് മുക്കിക്കൊല്ലുന്നു. എറണാകുളത്തെ ഫ്ലാറ്റിൽ നിന്നുള്ള സംഭവം ഓർമ്മയുണ്ടോ? കുഞ്ഞിനെ മുകളിൽ താഴത്തേക്ക് വലിച്ചെറിയുകയാണ്. രണ്ടാനച്ഛനും അച്ഛനും ഒക്കെ കുഞ്ഞിനെ കൊല്ലുകയാണ്. അങ്ങനെ പണ്ട് നമ്മൾ പറയുമായിരുന്നു അമ്മയെ തല്ലിയാൽ രണ്ട് വശമെന്ന്. ഇന്ന് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവളെയൊക്കെ തല്ലിയാൽ രണ്ടാമതൊരു വശം ഇല്ലേ? എന്താ സംശയം അല്ലേ? കാരണം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുള്ളൊരു കാലമാണ്. കേരളത്തിൽ എന്തോരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്തോരം കേസ് നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ അമ്മമാരെല്ലാവരും അമ്മയെന്ന് പറഞ്ഞാൽ തന്നെ അത്രയും നല്ലതാണ്, അച്ഛൻ എന്ന് പറഞ്ഞാൽ തന്നെ അത്ര നല്ലതാണെന്നൊന്നുമില്ല. വളരെ ക്രൂരന്മാരായിട്ടുള്ള, അത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഇവരുടെയൊക്കെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോപ്പർട്ടിയാണ്, നമ്മൾക്ക് അവരെ എന്തും ചെയ്യാമെന്നുള്ളതാണ്. ഈ ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരൊരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലാണ്. അവരെ ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്ക് ആ കുട്ടിയെ വേണ്ടെങ്കിൽ എന്തോരം പേരാണ് ഒരു കുട്ടിയെ കാത്തിരിക്കുന്നതെന്നറിയാമോ? ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കാത്തിരിക്കുന്നതെന്നറിയാമോ? അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുള്ളപ്പോൾ ഇനി അബദ്ധവശാൽ ജനിച്ചു പോയതാണെങ്കിലും അവിടെ കൊണ്ട് ഏൽപ്പിക്കുക, അല്ലാതെ അതിനെ കൊലയ്ക്ക് കൊടുക്കുകയല്ല വേണ്ടത്. ആ കുട്ടിയൊക്കെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് നമ്മുടെ കേരളത്തിൽ, ലോകത്തെന്ന് പോലും അല്ല ഞാൻ പറയുന്നത്, ഈ കേരളത്തിലടക്കമുണ്ട്. അങ്ങനെ ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് ഇതുപോലുള്ള ക്രൂരരായിട്ടുള്ള അച്ഛനും അമ്മയുണ്ട്, മറുഭാഗത്ത് കുട്ടികളെ അത്രത്തോളം സ്നേഹിക്കാൻ അറിയാവുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദയവായിട്ട് കുട്ടികൾ വേണ്ടെങ്കിൽ അതിനെ ജനിപ്പിക്കാതിരിക്കുക. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞനുഭവിച്ച ക്രൂരതയെ പറ്റി ഓർക്കുമ്പോൾ അത് ചിന്തിക്കാൻ പോലും എനിക്കാകുന്നില്ല. പാവം. എനിക്ക് ആ പയ്യൻ്റെ മുഖം, ഒരുപക്ഷെ ആ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് അത്രത്തോളം ഇത് ബാധിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അത്രത്തോളം എന്നാണ്, അല്ലാതെ ബാധിക്കത്തേ ഇല്ലായിരുന്നു എന്നല്ല. ആ ഒരു 2 കൈ ഒടിഞ്ഞ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള മുഖമുണ്ട്. അതോടൊപ്പം ആ കുഞ്ഞിങ്ങനെ ഡാൻസ് കളിച്ചു എന്താ പറയുന്നൊരു വീഡിയോ ഉണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടു. ആ കുഞ്ഞിൻ്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള മുഖമുണ്ടല്ലോ, വീഡിയോ ആയിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് ഇത്രയും നമുക്കൊരു വിഷമം വരുന്നത്. എനിക്കറിയാം, തീർച്ചയായിട്ടും എന്നെപ്പോലെ തന്നെ നിങ്ങളും അങ്ങനത്തെ ഒരു അവസ്ഥ തന്നെയാണ്. നമുക്കെല്ലാവർക്കും മനസാക്ഷിയുണ്ട്. എന്ത് പറയാനാ? എന്തായാലും എനിക്കൊന്നും കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം.